അപ്പോഴാണ് മറ്റൊരു വാർത്ത വരുന്നത്. റിപ്പോർട്ടർ ഇമ്പാക്ട് വാർത്തയാണ്. ജാതി അധിക്ഷേപം നടത്തിയ പരാതി CPM നേതാവായ വെള്ളനാട് ശശിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. വെള്ളനാട് പഞ്ചായത്ത് സെക്രട്ടറി സിന്ധു അനിൽകുമാർ നൽകിയ പരാതിയിലാണ് കേസ്. പട്ടികജാതി പട്ടികവർഗ നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ജാതി അധിക്ഷേപം നടത്തിയെന്നും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പരാതി. പഞ്ചായത്തിൽ പോകാൻ ഭയമാണെന്ന് സിന്ധു അനിൽകുമാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇപ്പോഴേ ഈ നിരന്തരമായിട്ടുള്ള ഒരു പീഡനത്തിന്റെ ഭാഗത്താണ് എനിക്ക് സ്റ്റേഷനിൽ മൊഴി കൊടുക്കേണ്ടി വന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്നെ വിളിച്ചു മൊഴിയെടുത്തിട്ട് തിരിച്ചു വന്നപ്പോൾ പ്രസിഡന്റ് ജീവനക്കാരെല്ലാം ഭീഷണിപ്പെടുത്തി എനിക്കെതിരെ മൊഴി കൊടുക്കുകയാണെങ്കിൽ കുത്തിക്കീറുമെന്നാണ് പ്രസിഡന്റ് പറയുന്നത്. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും പ്രസിഡന്റ് ഒരു രമ്യതയ്ക്ക് ഒന്നിനും വന്നിട്ടില്ല. എന്തുണ്ടെങ്കിലും ഞാൻ പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ഇതൊന്നും കേൾക്കാതെ പ്രസിഡന്റ് വീണ്ടും ഈ ഒരു ഭീഷണിയും നമ്മുടെ അടുത്ത് മോശമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇപ്പൊ മൊഴി കൊടുത്ത് വലിയ പ്രശ്നമായിട്ടിരിക്കുകയാണ്. മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ഇതിനൊരു പരിഹാരം നമ്മളെ പാർട്ടിക്കാരെന്ന് ആര് ഇടപെട്ടാൽ ഒരു പരിഹാരം ഇത്രയും ദിവസമായിട്ട് ഇതിനൊന്നും ഒന്നും നടന്നിട്ടില്ല. എന്റെ ജീവന് തന്നെ ഭീഷണിയാണ് വെച്ചാൽ ഞാൻ പേടിച്ചിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എനിക്ക് ഉറപ്പൊന്നുമില്ല രാവിലെ ഞാൻ ഇറങ്ങിയിട്ട് വന്നാൽ തിരിച്ചു പോകുമെന്ന് എന്റെ മക്കൾക്കും എനിക്ക് പേടിയുണ്ട്. ആ ഒരു അവസ്ഥയിലാണ് ഞാൻ ഇപ്പൊ പോണത്. മനീഷ് മഹിപാലാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. മനീഷ്, ഇതിനു മുൻപ് നമ്മൾ ഈ പരാതിയുടെ വിശദാംശങ്ങൾ ഒരുപക്ഷെ ആദ്യം തന്നെ എത്തിച്ചത് റിപ്പോർട്ടറാണ്. വെള്ളനാട് ശശിക്കെതിരെ ഏതായാലും കേസെടുത്തിരിക്കുന്നു. ജാതി അധിക്ഷേപം നടത്തിയെന്ന ഗുരുതരമായ പരാതിയിലാണ് നടപടി. വെള്ളനാട് CPMന്റെ ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയാണ് ഈ വെള്ളനാട് ശശി. ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ പോലീസ് നേരത്തെയൊക്കെ തന്നെ 2 ആഴ്ച മുൻപ് സിന്ധു അനിൽകുമാർ പരാതി കൊടുത്തിരുന്നെങ്കിലും വെള്ളനാട് പോലീസ് ആര്യനാട് പോലീസ് കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് അത് പട്ടികജാതി വകുപ്പ് മന്ത്രിക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് അടക്കം പരാതി നൽകിയെങ്കിലും അങ്ങനത്തെ ഒരു നടപടി എടുക്കാൻ മന്ത്രിമാരോ തയ്യാറായില്ല. പിന്നീട് മക്കളാണ് ഈ പഞ്ചായത്ത് സെക്രട്ടറി സിന്ധു അനിൽകുമാറിന്റെ മക്കളാണ് അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ തന്നെ ഭീഷണിയുണ്ട്, ഇത്തരത്തിലുള്ള ജീവന് ഭീഷണിയുണ്ട് എന്നുള്ള കാര്യം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. അങ്ങനെ ഇന്നലെ മൊഴിയെടുത്ത ശേഷമാണ് പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമപ്രകാരമാണ് നിലവിൽ വെള്ളനാട് ശശിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പക്ഷേ വെള്ളനാട് ശശിയെ നിലവിൽ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഇപ്പോഴും തയ്യാറായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട തർക്കം തുടങ്ങുന്നത് 1 മാസം മുൻപാണ്. അതായത് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ വെള്ളനാട് ശശി രാത്രികാലങ്ങളിലടക്കം പഞ്ചായത്തിന്റെ വാഹനം ദുരുപയോഗം ചെയ്യുന്നു, രാത്രികാലങ്ങളിലടക്കം വണ്ടി ഉപയോഗിക്കുന്നു. ഇത് തടഞ്ഞതാണ് പഞ്ചായത്ത് സെക്രട്ടറിയോടുള്ള ദേഷ്യത്തിനുള്ള അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്താനുള്ള കാരണം. പിന്നീട് നടക്കുന്ന പഞ്ചായത്ത് യോഗങ്ങളിൽ നിന്ന് പഞ്ചായത്ത് സെക്രട്ടറിയെ മാറ്റി നിർത്തുക, ഒപ്പം തന്നെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ വാഹനം ഔദ്യോഗികമായ വാഹനത്തിന്റെ കാറ്റൂരി വിടുക, യോഗങ്ങളിൽ വിളിക്കാതിരിക്കുക, ഒപ്പം തന്നെ ആ രീതിയിൽ വലിയ രീതിയിൽ ജാതി അധിക്ഷേപം നടത്തുക. അങ്ങനെയുള്ള പരാതി ആദ്യം കൊടുത്തിരുന്നു. പക്ഷെ പിന്നീട് ഇപ്പോഴിതാ മക്കൾ കൊടുത്ത പരാതിയിലാണ് ഇപ്പോഴെന്താണെങ്കിലും വെള്ളനാട് ശശിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. വിനീത, ശരി. മനീഷ് മഹിപാലാണ് ആദ്യം മുതൽ ഈ വാർത്ത എത്തിച്ചതും. ജാതി അധിക്ഷേപ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്.